അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം ഇങ്ങനെ പറയുന്നു: ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസർഷൻ ആൻഡ് അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ. അസർഷൻ നോക്കാം. ഇൻ അക്വ സൊല്യൂഷൻ ഓഫ് Cr2+ ഈസ് റെഡ്യൂസിങ് വൈൽ Mn3+ ഈസ് ഓക്സിഡൈസിങ് ഇൻ നേച്ചർ. ഈ സെൻറ്റൻസ് അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ്. ഡി ആൻഡ് എഫ് ലോക്ക് എലമെൻറ്റിൽ നിന്നാണ് ഈ ചോദ്യം. നമ്മളൊന്ന് ആലോചിച്ച്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. നോർമലി NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഈസിയായി ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ സെൻറ്റൻസ് അതുപോലെ തന്നെ NCERT ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ക്രോമിയം 2+ റെഡ്യൂസിങ് ആണ്, Mn3+ ഓക്സിഡൈസിങ് നേച്ചറാണ്. ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അതായത് NCERT ടെക്സ്റ്റ് ബുക്കിൽ പകല് പോലെ വ്യക്തമായി പറയുന്നൊരു പോയിൻ്റാണ്. ക്രോമിയം 2+ അയാൾ റെഡ്യൂസിങ് ആണ്. അയാൾ എന്താണ്? റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അയാൾക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് ഓക്സിഡേഷൻ അല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ ക്രോമിയം 2+ ഓക്സിഡേഷന് വിധേയമായി ക്രോമിയം 3+ ആയിട്ട് മാറും. ക്രോമിയം 2+നെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഡി ഇലക്ട്രോണുകളുടെ എണ്ണം 4 ഡി ഇലക്ട്രോണാണ്. D4 സിസ്റ്റമാണ്. അയാൾ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞാൽ അയാൾ 3d3 കോൺഫിഗറേഷനായിട്ട് മാറും. 3d3യെ സംബന്ധിച്ച് 3 ഇലക്ട്രോണുകൾ ഹാഫിൽഡ് T2g ലെവലിന് കാരണം. T2g എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽസ് ആണ് നമുക്കറിയാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, കോർഡിനേഷൻ കെമിസ്ട്രിയിൽ. അപ്പോൾ ഡിയിൽ 3 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ T2g ഓർബിറ്റൽസ് 3 ഓർബിറ്റൽസ് ആണ്. അവർ ഹാഫിൽഡ് ആണ്, അത് സ്റ്റേബിൾ ആണ്. ഹാഫിൽഡ് ഫുൾഫിൽഡ് കോൺഫിഗറേഷനുകൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കറിയാം D5ഉം D10ഉം സ്റ്റേബിൾ ആണ്. D10 കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ, D5 ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. അതിൻ്റെ കൂടെ D3യും സ്റ്റേബിൾ ആണ്. നമ്മൾ കോംപ്ലക്സ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ D3 സ്റ്റേബിൾ ആണ്. അതിനെ നമുക്ക് ഹാഫ് ഫിൽഡ് T2g ലെവൽ എന്ന് പറയാം. സോ ക്രോമിയം 2+ ഈസിയായി സ്റ്റെബിലിറ്റി ഉള്ള ക്രോമിയം 3+ ആയിട്ട് കൺവെർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ക്രോമിയം 2+ ഒരു നല്ല അത് റെഡ്യൂസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ അവിടെ പറഞ്ഞിരിക്കുന്നു Mn3+. ഇയാൾ ഓക്സിഡൈസിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് എന്നാണ്. ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ത് സംഭവിക്കും സാർ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ സാർ അത്. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിന് റിഡക്ഷൻ സംഭവിക്കും. ഇതാ നോക്കണം മക്കളെ, Mn3+ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ് Mn2+ ആയിട്ട് മാറും. Mn3+നെ സംബന്ധിച്ച് അവിടെയും 3d4 കോൺഫിഗറേഷനാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 നമ്മൾ എഴുതി നോക്കുമ്പോൾ 3d4 കോൺഫിഗറേഷനാണ്. അത് Mn2+ ആയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടക്കുന്ന ആളെ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3d4 അത് 3d5 ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അത് 3d5 ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു, നിങ്ങൾ മനസ്സിലാക്കുക. സോ 3d5 സ്റ്റേബിൾ ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, Mn3+ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതിൽ പുതിയ അത്ഭുതമൊന്നുമില്ല. കാരണം അയാൾ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനായിട്ട് കൺവെർട്ട് ചെയ്തു. അതുകൊണ്ട് അയാൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനാണ് നമുക്കിവിടെ എക്സ്പ്ലനേഷനായിട്ട് പറയാൻ പറ്റുന്നത്. സോ ഈ ക്വസ്റ്റനിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അസർഷനും റീസണും രണ്ടും ശരിയാണ്. റീസൺ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അപ്പോൾ ഒരു സംശയവും വേണ്ട, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ.